നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. നായ കടിച്ചാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇപ്പോഴും മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ മരുന്നുകൾ കുറിച്ചു തരുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. ഈ രീതി ശരിയാണോ? എന്താണ് വേൾഡ് ഹൈജീൻ ഡേ? ഇന്നത്തെ ആരോഗ്യമാനന്ദത്തിന്റെ എപ്പിസോഡിലൂടെ നമ്മൾ ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് കുട്ടി മരിച്ചു എന്ന വാർത്ത നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച ഒന്നാണ്. പട്ടി കടിച്ചാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പലർക്കും ഇക്കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനും നമ്മളെ സഹായിക്കാനും ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ENT സർജനായ ഡോക്ടർ സുൽഫി നൂഹു ആണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. പട്ടി കടിച്ചാൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കേണ്ടത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. അതിനു മുൻപ് ഉണ്ടായ മുറിവ് സോപ്പ് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായി കഴുകുക, ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിക്കുക, എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോയി വാക്സിനേഷൻ എടുക്കുക. ഡോക്ടർ വാക്സിനേഷൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ഡോസും കൃത്യമായ സമയപരിമിതിക്കുള്ളിൽ എടുത്തു തീർക്കുക എന്നുള്ളത് പ്രാധാന്യമർഹിക്കുകയാണ്. വാക്സിനേഷൻ കൂടാതെ മുറിവുകളുടെ ഗ്രേഡ് അനുസരിച്ച് ചിലപ്പോഴൊക്കെ ഡോക്ടർ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ കുത്തിവയ്പും നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. അതും കൃത്യമായ തോതിൽ എടുക്കുന്നത്, കൃത്യമായ അളവിൽ എടുക്കുന്നത് പേവിഷബാധ ഉണ്ടാകാതിരിക്കുവാൻ തീർച്ചയായും സഹായിക്കും. ഒരുപക്ഷെ ഈ പേവിഷബാധ വരുവാനുള്ള സാധ്യത, മുറിവിന്റെ കാഠിന്യം, വാക്സിനേഷൻ എടുക്കുന്നതിലുള്ള ഡിലേ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിലുള്ള അപാകത എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് കൃത്യമായ ചികിത്സ പേവിഷബാധയെ തീർച്ചയായിട്ടും ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ മരുന്നുകൾ കുറിച്ചു തരുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. ഈ രീതി ശരിയാണോ? എങ്ങനെയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ സൗമ്യ സരിനാണ്. നമുക്ക് ഡോക്ടർക്ക് പറയാനുള്ളത് കേൾക്കാം. നമസ്കാരം, ഡോക്ടർ സൗമ്യ സരിനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളത്തില് ഒരു സിറപ്പ്, പാരസെറ്റമോൾ സിറപ്പിന് പകരം ഡ്രോപ്സ് തെറ്റി ഒരു ഫാർമസിക്കാരൻ കൊടുത്തതിന്റെ ഫലമായിട്ട് ഒരു കുഞ്ഞിന് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടോക്കിന്റെ താഴെ വന്ന കമന്റുകൾ ഞാൻ എല്ലാ കമന്റുകളും വായിച്ചു നോക്കാറുണ്ട്. അപ്പൊ അതിൽ കുറെ പേർ പറഞ്ഞൊരു പ്രശ്നമാണ്, ഇന്നും നമ്മുടെ ഇടയിൽ പല ഡോക്ടർമാരും മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിലാണ് അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് അവരുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. ചിലപ്പോൾ വരയും കുറിയും മാത്രമേ ഉണ്ടാവൂ. ഇത് ഇംഗ്ലീഷ് തന്നെ ആണോ എന്ന് മനസ്സിലാവില്ല. ചില പ്രത്യേക ഫാർമസിക്കാർക്ക് മാത്രമേ അത് വായിച്ചാൽ മനസ്സിലാവൂ. അത് കാരണം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കുറെ പേർ അതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ ആ പറഞ്ഞ ആളുകളോട് 101% യോജിക്കുന്നുണ്ട്. കാരണം ഇന്നും നമ്മുടെ ഇടയിൽ പല ഡോക്ടർമാരും, ഞാൻ എന്റെ സമൂഹത്തിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്, പല ആളുകളും തിരക്കിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ പേരിലോ പ്രോപ്പറായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതാത്ത രീതി. അതായത് നമുക്ക് ഒരു പൊതുജനത്തിന് അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മരുന്നിന്റെ പേരൊന്നും അറിയണ്ട, പക്ഷെ എങ്കിൽ പോലും ഇംഗ്ലീഷിന്റെ ഒരു വാക്കാവുമ്പോൾ നമുക്കത് വായിക്കാൻ അറിയണമല്ലോ. അപ്പൊ അത് A ആണോ, B ആണോ, D ആണോ, E ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ലെജിബിലിറ്റി എന്ന് പറയും അല്ലെ, വായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലാത്ത പ്രിസ്ക്രിപ്ഷനുകൾ ഇന്നും നമുക്കിടയിൽ ധാരാളം ഡോക്ടർമാർ എഴുതുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മൾ പലപ്പോഴും മെഡിക്കേഷൻ എറേഴ്സ്, അതായത് മരുന്നിന്റെ ഭാഗത്തുണ്ടാവുന്ന ചില തെറ്റുകളുടെ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാരണം, അതായത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറയുന്ന ഒരു ശീലം, അത് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് കാരണം പല എറേഴ്സും വരാറുണ്ട്. സോ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഡോക്ടർമാർക്ക് ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതാൻ, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എഴുതാനുള്ള ട്രെയിനിങ് ഉണ്ട്. ഇത് ഇവരും ഫാർമസിക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നോക്കൂ, ഒരു ഡോക്ടർക്കും അങ്ങനെയുള്ള ട്രെയിനിങ് അല്ല കിട്ടുന്നത്. ഞാനടക്കമുള്ള ഡോക്ടർമാരോട് കൃത്യമായിട്ട് ഞങ്ങളുടെ കൗൺസിൽ ആയാലും ശരി, ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും ശരി, ഒരു പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ NMC ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു ബോഡിയാണ് മെഡിസിന്റെ. അപ്പോ അവര് കൃത്യമായി പറയുന്നുണ്ട്, അതിൽ കുറെ നിയമങ്ങളുണ്ട്. പക്ഷെ ഒരു ഡോക്ടർ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ പറ്റി അവർ പറയുന്നത് ലെജിബിൾ, ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ, പ്രിഫറബിളി ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്ററുകളിൽ റണ്ണിംഗ് ലെറ്റേഴ്സ് ആവരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ എഴുതി പോവല്ല. ഇപ്പൊ പാരസെറ്റമോൾ എന്നാണെങ്കിൽ PARACETAMOL എന്ന് തന്നെ എഴുതണം. ഓക്കെ, റണ്ണിംഗ് ലെറ്ററിൽ എഴുതരുത്. പറ്റുമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. പിന്നെ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ടൈപ്പ് ചെയ്തോ പ്രിന്റ് ചെയ്തോ കൊടുക്കണം എന്നുകൂടി
NMC നിഷ്കർഷിക്കുന്നത്. പക്ഷെ അതെല്ലാം എല്ലാ തവണയും പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എല്ലാ ഡോക്ടർമാർക്കും പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നല്ലത്. പക്ഷെ ഇനി പ്രിന്റ് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മരുന്നിന്റെ പേര് വൃത്തിയായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ വേറെ റണ്ണിംഗ് ലെറ്ററിലല്ലാതെ ആർക്കും മനസ്സിലാവാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് എഴുതണം. മരുന്നിന്റെ പേര് മാത്രം അങ്ങനെ എഴുതിയാൽ പോരാ. ഒരു മരുന്നിന്റെ ഇപ്പൊ പാരസെറ്റമോൾ എന്നാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പാരസെറ്റമോൾ എന്നോ അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള ഡോളോ എന്നോ കാൽപോൾ എന്നോ ഒക്കെ എഴുതാം. അത് എഴുതി കഴിഞ്ഞ് അത് എത്രയാണ്, ഇപ്പൊ ഞാൻ അന്നത്തെ ടോക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വൃത്തിയായിട്ട് 500 mg ആണെങ്കിൽ അങ്ങനെ, 250 mg ആണെങ്കിൽ അങ്ങനെ, ഇനി സിറപ്പുകൾ എഴുതുമ്പോൾ 250 mg per 5 ml ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 125 mg per 5 ml, നിങ്ങൾ എന്താണോ ഏത് ഡോസ് ആണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തണം. ഇനി ആ പ്രിപ്പറേഷനിൽ നിങ്ങളുടെ രോഗി എത്ര ml ആണ് കഴിക്കേണ്ടത്, നിങ്ങളുടെ രോഗി എത്ര ടാബ്ലറ്റ് ആണ് കഴിക്കേണ്ടത്, അത് എത്ര നേരം, ഒരു ദിവസം എത്ര നേരം കഴിക്കണം, എത്ര ദിവസം കഴിക്കണം, ഇനി ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ, അങ്ങനെയുള്ള എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിലുള്ള മെഡ്കെയർ ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ ഒരു പ്രിസ്ക്രിപ്ഷൻ ആണിത്. ഓക്കെ, നിങ്ങൾക്കത് തലതിരിഞ്ഞിട്ടാവും കാണുക, പക്ഷെ അതല്ലേ നിവൃത്തിയുള്ളൂ. മെഡ്കെയർ ഹോസ്പിറ്റലിന് ഞാൻ എഴുതി കൊടുത്ത എന്റെ 2 പേഷ്യൻസിന്, ഇന്ന് ഞാൻ കണ്ട 2 പേഷ്യൻസിന് എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ആണിത്. ഇതിൽ നോക്കി നോക്കൂ. ഇതില് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതിൽ നോക്കുകയാണെങ്കിൽ പാരസെറ്റമോൾ, ഓക്കെ, ഞാൻ എഴുതി കൊടുത്ത രോഗിക്ക് നിങ്ങൾക്ക് അവസാനം കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ, പാരസെറ്റമോൾ എന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ. പാരസെറ്റമോൾ അത് റണ്ണിംഗ് ലെറ്ററിലല്ല, പാരസെറ്റമോൾ 240 per 5 ml. അത് ഏത് കമ്പനിയുടെ ആണെങ്കിൽ അത് ബോട്ടിലിൽ 100 ml ബോട്ടിലാണ്. അതിന് ഡോസ് എത്രയാണ്? 7 ml. ഓറൽ എങ്ങനെയാണ് കഴിക്കേണ്ടത്? വായിലൂടെ. എവറി 6 hours, എല്ലാ 6 മണിക്കൂറും ഫോർ 2 days. ഓക്കെ, അപ്പോ സിറപ്പ് പാരസെറ്റമോൾ 240 per 5 ml, 7 ml orally to be taken every 6 hours for 2 days. ഇതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ. ഇതിൽ തന്നെ വേറൊന്നുണ്ട്, ഈ സോമിപ്രസോൾ എന്ന് പറയുന്ന ഒരു മരുന്ന്. അത് കൃത്യമായിട്ട് അതിനൊരു എക്സ്ട്രാ ഓർഡർ നോട്ട്സ് കൂടിയുണ്ട്, ബിഫോർ ഫുഡ്. കാരണം അതൊരു ആന്റാസിഡ് ആണ്, അത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതാണ്. പാരസെറ്റമോൾ ആഫ്റ്റർ ഫുഡ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഒരു കോളം കൂടി നമുക്ക് അതിൽ വിട്ടിട്ടുണ്ട്, ഓർഡർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ ഇവിടെ നോക്കിയോക്കൂ, ഡോം പെരിഡോൺ 1 mg per 1 ml എത്രയാണ്? 5 ml every 8 hours orally for 3 days. അങ്ങനെ ഇപ്പൊ ആന്റിബയോട്ടിക് സെഫിക്സെൽ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് ഇത് ആന്റിബയോട്ടിക് ആണ്. 100 mg per 5 ml, അതിൽ തന്നെ 6 മില്ലി ഓറലി എവറി 12 hours for 5 days ആഫ്റ്റർ ഫുഡ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കൂ, ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ്. പുറം രാജ്യങ്ങളിലൊന്നും ഈ എഴുതുന്ന പരിപാടി ഇല്ല കേട്ടോ. പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള നമ്മൾ സൈൻ ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താ ഗുണം? ഏതൊരു മനുഷ്യനും ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവില്ലേ? അപ്പോ പാരന്റ്സിനാണെങ്കിലും ഇത് സുഖമായിട്ട് മനസ്സിലാവും. അപ്പോ ഇങ്ങനെ വേണം ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ. ഇനി പ്രിന്റ് ചെയ്യാൻ പറ്റിയിട്ടെങ്കിലും എഴുതുമ്പോഴും അതുപോലെ തന്നെ എഴുതണം. പിന്നെ പല ആളുകളും പറഞ്ഞു ബ്രാൻഡുകൾ എഴുതുന്നതുകൊണ്ടാണ് പ്രശ്നം. നോക്കൂ, ബ്രാൻഡുകളായാലും ജനറിക് നെയിം ആയാലും ഇതേ പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നം പറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബ്രാൻഡ് നെയിംസ്, ഈ ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ട്. ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക്, അതായത് ഒരേപോലെ നിങ്ങൾക്ക് കേട്ടാൻ ഒരുപോലെ തോന്നുന്ന മരുന്നുകൾ. അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയും തെറ്റ് പറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ബ്രാൻഡ് നെയിമുകളാണ്. ബ്രാൻഡ് നെയിമുകൾ എൽടോസിൻ എന്ന് പറയുന്ന ബ്രാൻഡ് എറിത്രോമൈസിൻ പറയുന്ന ആന്റിബയോട്ടിക് ആണ്. എന്നാൽ എൽട്രോക്സിൻ എന്ന് പറയുന്ന ബ്രാൻഡ് തൈറോക്സിൻ, നമ്മുടെ തൈറോയ്ഡ് ഗുളികയാണ്. ഒന്ന് നോക്കി നോക്കൂ, എൽടോക്സിൻ, എൽട്രോക്സിൻ. ഇതില് നിങ്ങൾ കിനി എന്ന് പറഞ്ഞ് എഴുതി പോയി കഴിഞ്ഞാൽ വായിക്കുന്ന ആള് എൽടോസിന് പകരം ചിലപ്പോൾ എൽട്രോക്സിൻ എന്ന് വായിക്കും, എൽട്രോക്സിന് പകരം എൽടോസിൻ എന്ന് വായിക്കും. ഇത് രണ്ടും തമ്മിൽ 1-2 അക്ഷരങ്ങളുടെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൂ. ഇനി സെലിബ് എന്ന് പറയുന്നത് കെലികോക്സിബ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. സെലിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ്. അപ്പൊ ഒരു ബിയും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വായിക്കുന്നതിൽ മാറിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മരുന്നേ മാറും. പ്രൊനിം എന്ന് പറയുന്നത് നിമിസുലൈഡ് എന്ന് പറയുന്ന മരുന്നാണ്. പ്രൊനിൽ എന്ന് പറയുന്നത് ഫ്ലോക്സിറ്റിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇതൊന്നും അജഗജാന്തര വ്യത്യാസമുള്ള മരുന്നുകളാണ്. ഇതൊന്നും ഒരേ കാര്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഞാൻ എഴുതി വെച്ചതാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അതായത് ബ്രാൻഡുകൾ തമ്മിൽ 1-2 അക്ഷരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വ്യത്യാസം ആ മരുന്നുകളിൽ സംഭവിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എങ്കിൽ ഇതിന്റെ ജനറിക് നെയിം എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം മാറും എന്ന് പറയുന്നവർക്കായിട്ടാണ്. ഇല്ല, അവിടെയും ഇതേ പറഞ്ഞ പോലെ തന്നെ ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക് മരുന്നുകളുണ്ട്. ഇപ്പോ ഡയസിപ്പാം ഡിൽറ്റിയാസം, ഓക്കെ, ഇത് രണ്ടും 2 ടൈപ്പ് മരുന്നുകളാണ്. പക്ഷെ രണ്ടും ജനറിക് നെയിമാണ്. പക്ഷെ എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഒരുപോലെ നമുക്ക് തോന്നാം. ലെനോക്സിൻ, നലോക്സോൺ, രണ്ടും 2 ടൈപ്പ് മരുന്നുകളാണ്, ജനറിക് നെയിമുകളാണ്. പക്ഷെ നിങ്ങൾക്ക് കേട്ടപ്പോൾ ഒരുപോലെ തോന്നി അല്ലെ. ബിസോപ്രലോൾ, ബിസാക്കൂഡിൻ, ഹൈഡ്രോക്സിസിൻ, ഹൈഡ്രലസിൻ,
അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നോക്കൂ, അപ്പൊ ഇത് എഴുതുമ്പോൾ ഇതിങ്ങനെ റണ്ണിംഗ് ലെറ്ററിൽ അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ ഹൈഡ്രോക്സിസിനും ഹൈഡ്രാലസിനും തമ്മിൽ എങ്ങനെയാണ് ചിലപ്പോൾ മാറിപ്പോകൂടെ? അപ്പൊ അതുകൊണ്ട് ജനറിക് നെയിം ആയാലും ശരി, ബ്രാൻഡഡ് നെയിം ആണെങ്കിലും ശരി, പ്രോപ്പർ ആയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഇത് ഞാൻ പറയുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ മെഡിസിന് പഠിക്കണ്ടായിരിക്കും, എന്നെ ചിലപ്പോൾ ചില യുവ ഡോക്ടർമാരൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്റെ കൊളീഗ്സിനോടും കൂടിയാണ് ഞാൻ പറയുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ജൂനിയർ ആയിട്ടുള്ള, സഹപ്രവർത്തകരായിട്ടുള്ള, എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആരും ആയിക്കോട്ടെ, ഇതിൽ സീനിയോറിറ്റി ജൂനിയർ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഡോക്ടർമാരും വൃത്തിയായിട്ട്, അത് നിങ്ങളുടെ പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. സോ പ്ലീസ് എല്ലാ പ്രിസ്ക്രിപ്ഷൻസും വൃത്തിയായിട്ട് എഴുതുക. നമ്മൾ കാരണം, നമ്മുടെ ചില മടി കാരണോ അല്ലെങ്കിൽ നമ്മുടെ ചില ശീലങ്ങൾ കാരണം ഒരിക്കലും പേഷ്യൻസിന് ഒരു അപകടം നമ്മൾ കാരണം ഉണ്ടാവരുത്. ഇനി അവസാനം ഒന്നുകൂടി പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങളൊരു ഫാർമസി കൊണ്ടേ കൊടുക്കുമ്പോൾ ഡോക്ടർ എഴുതിയ മരുന്നിന് പകരം മരുന്ന് എന്ന് പറഞ്ഞ് തരാനുള്ള ഒരു അർഹതയും ഫാർമസിയിൽ നിൽക്കുന്ന ആളുകൾക്കില്ല. നിങ്ങൾ ഡോക്ടർ എഴുതിയ മരുന്ന് തന്നെ തരണം എന്ന് നിങ്ങൾ നിഷ്കർഷിക്കണം. അപ്പൊ ഇതിന് പകരം അത് കൊടുക്കാം, അതിന് പകരം അത് തീരുമാനിക്കേണ്ടത് ഫാർമസിസ്റ്റ് അല്ല, കേട്ടോ. അപ്പൊ ഫാർമസിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മരുന്നുകൾ മാറ്റാനുള്ള അതിനുള്ള അധികാരമില്ല. കാരണം നിങ്ങൾക്ക് ഡോക്ടർ ആ മരുന്ന് തരാൻ നിങ്ങളുടെ പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അത് തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മരുന്ന് അതുപോലെ തന്നെ തരണം എന്നുള്ളത് നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് പറയണം. അത് മാറ്റാൻ ഫാർമസിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ദയവ് ചെയ്തിട്ട് ഒരു അവസരം കൊടുക്കരുത്, കേട്ടോ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് തോന്നി. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്ത് തെറ്റുകളും, തെറ്റാണെങ്കിൽ നമ്മൾ ആണെന്ന് പറയണമല്ലോ, അതിലെന്തിനാണ് മടിക്കുന്നത്? അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിനുള്ള നിയമം, ഇന്ത്യയിലുള്ള നിയമമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഡോക്ടർമാർ ഇങ്ങനെ കോറി വായിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടു കൂടി പറയുക, ഡോക്ടർ ഇതൊന്ന് മാറ്റി എഴുതി തരണം, എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല എന്ന് ധൈര്യത്തോടു കൂടി അവരോട് പറയാനുള്ള ഒരു ഗട്ട്സ് പൊതുജനങ്ങൾക്ക് ഉണ്ടാവണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വർഷവും മെയ് 5-ന് ലോക കൈ ശുചിത്വ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹൈജീൻ ഡേ ആയി ആചരിക്കുന്നു. രോഗങ്ങളുടെയും അണുബാധകളുടെയും വ്യാപനം തടയുന്നതിൽ കൈ ശുചിത്വത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ആഗോള പരിപാടിയുടെ ലക്ഷ്യം. എല്ലാ വർഷവും ലോക കൈ ശുചിത്വ ദിനം ആളുകളെ കൈ ശുചിത്വം പാലിക്കുന്നത് വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കൈ കഴുകുന്നത് നിരവധി ആരോഗ്യ വ്യവസ്ഥകൾ തടയുന്നതിലൂടെ നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പട്ടം SUT ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് ഡിസീസസ് കൺസൾട്ടന്റ് ഡോക്ടർ ഷാരിഖ് PS ആണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെരീഖ്, തിരുവനന്തപുരം SUT ആശുപത്രിയിലെ അണുബാധ വിദഗ്ധനാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ മെയ് 5-ാം തീയതി WHO ലോകമാസകലം ആചരിക്കുകയാണ്. അപ്പോൾ ഈ ഹാൻഡ് ഹൈജീൻ ഡേയുടെ പ്രസക്തിയെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ കൈ കഴുകൽ. അത് നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഈ കൈ കഴുകൽ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് നല്ല അവബോധം സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ കൈ കഴുകൽ കോവിഡുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല, അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതിലൊന്ന് ആശുപത്രിജന്യമായ അസുഖങ്ങളുണ്ട്, ആശുപത്രിക്കകത്ത് നിന്ന് പകരുന്ന ആശുപത്രിജന്യമായ അസുഖങ്ങൾ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അത് 2 തരത്തിലാണ്. ഒന്ന് കൈ സോപ്പിട്ട് കഴുകുന്നതും, 2 ആൽക്കഹോളായിട്ടുള്ള സാധനങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിച്ച് കൈ ശുചിയാക്കുന്നതാണ്. ഈ 2 കാര്യങ്ങൾ ആശുപത്രിക്കകത്ത് ഏകദേശം 100% ഉറപ്പുവരുത്താൻ സാധിക്കുകയാണെങ്കിൽ ആശുപത്രിജന്യ രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് നമ്മൾക്ക് തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് കൈ കഴുകുന്നത് പലപ്പോഴും നമുക്ക് ഒത്തിരി അസുഖങ്ങൾ തടയാനായിട്ട് നമ്മളെ സഹായിക്കും. അതിലൊന്നാണ് ഈ കോവിഡ് പോലത്തെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ഫ്ലൂ പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ഈ മറ്റേ ടൈഫോയിഡ്, അങ്ങനെ കോളറ, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും തടയാനായിട്ട് കൈ കഴുകുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ആചരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് എല്ലാ ആശുപത്രികളിലും പ്രത്യേകം പരിപാടികളും അവബോധ ക്യാമ്പുകളും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കൈ കഴുകുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ആഹാരം കഴിച്ചതിന് ശേഷം, ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം എല്ലാം തന്നെ സാധാരണ രീതിയിലുള്ളത്. അതേസമയം ആശുപത്രിക്കകത്താണെങ്കിൽ രോഗിയെ തൊടുന്നതിന് മുമ്പ്, തൊട്ടതിന് ശേഷം, രോഗിയുടെ പരിസരങ്ങൾ തൊട്ടതിന് ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ സർജറി ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ടോ എല്ലാം തന്നെയാണ് നമ്മൾ ഈ കൈ കഴുകുന്നത്. ഇതിനകത്ത് ഈ ആശുപത്രിക്കകത്ത് നമ്മൾ കൈ കഴുകുന്നത് കൂടുതലും ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ബ്ലഡോ മറ്റു കാര്യങ്ങളോ കയ്യിലായാലും കൈ കഴുകാറുണ്ട്. അപ്പോൾ കൈ കഴുകാനായിട്ട് പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ട്. അതെല്ലാം നമ്മൾ ആശുപത്രിക്കകത്ത് എല്ലാ വർക്കേഴ്സിനും നമ്മൾ അതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും അത് ഓഡിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുകയും നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഹാൻഡ് ഹൈജീൻ ആശുപത്രിക്കകത്ത് ബെറ്റർ ആക്കുന്നത്. അത് ബെറ്റർ ആവുന്ന ഹാൻഡ് ഹൈജീൻ റേറ്റ്സ് ബെറ്റർ ആവുന്നതോടുകൂടി ആശുപത്രിജന്യ രോഗങ്ങൾ ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. താങ്ക് യു.
ആരോഗ്യ മാനദണ്ഡത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓരോ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ പരിപാടിയിലൂടെ. കാത്തിരിക്കാം മറ്റൊരു എപ്പിസോഡിനായി അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.